Hi everyone, welcome back to biology class. We are discussing our fourth chapter, that is breathing for energy, and this is the fourth part. Next topic, expulsion of carbon dioxide. Expulsion means removal. Carbon dioxide and water are formed in the cells as a result of respiration. Cellular respiration ശേഷം കാർബൺ ഡയോക്സൈഡും വാട്ടറും ഫോം ചെയ്തു. കാർബൺ ഡയോക്സൈഡ് ഹാംഫുൾ ഗ്യാസ് ആണ്. അത് നമ്മുടെ ബോഡിയിൽ നിന്നും പുറത്തേക്ക് എലിമിനേറ്റ് ചെയ്യണം. ഡ്യൂറിങ് റെസ്പിറേഷൻ ട്രേസ് എമൗണ്ട് ഓഫ് വാട്ടർ ഈസ് എലിമിനേറ്റഡ് ഫ്രം ദ ബോഡി ഇൻ ദ ഫോം ഓഫ് വാട്ടർ വേപ്പർ. റെസ്പിറേഷൻ സമയത്ത് നമ്മുടെ ബോഡിയിൽ നിന്നും വാട്ടർ വേപ്പറായി പുറത്തേക്ക് റിലീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇൻ വിച്ച് ഫോം? ഇൻ ദ ഫോം ഓഫ് വാട്ടർ വേപ്പർ. ബട്ട് ഹൗ ഈസ് കാർബൺ ഡയോക്സൈഡ് ദ മേജർ ബൈ പ്രോഡക്റ്റ് ഓഫ് റെസ്പിറേഷൻ എലിമിനേറ്റഡ് ഫ്രം ദ സെൽസ്? പക്ഷേ എങ്ങനെയാണ് കാർബൺ ഡയോക്സൈഡ് നമ്മുടെ സെൽസിൽ നിന്നും പുറത്തേക്ക് എലിമിനേറ്റ് ചെയ്യുക? അതാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന ടോപ്പിക്, ദാറ്റ് ഈസ് എലിമിനേഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ്. നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്ത ഓക്സിജനും പിന്നെ ഗ്ലൂക്കോസും യൂസ് ചെയ്ത് എനർജി പ്രൊഡ്യൂസ് ചെയ്തു. അതാണ് സെല്ലുലാർ റെസ്പിറേഷൻ അല്ലേ? അതിനുശേഷം ഫോം ചെയ്ത ബൈ പ്രോഡക്റ്റ് ആണ് കാർബൺ ഡയോക്സൈഡ്. സോ ഈ കാർബൺ ഡയോക്സൈഡ് ടിഷ്യൂസിനകത്ത് നിന്നും പുറത്തേക്ക് റിലീസ് ചെയ്യണം. സോ കാർബൺ ഡയോക്സൈഡ് ടിഷ്യൂസിൽ നിന്നും നെക്സ്റ്റ് ടിഷ്യൂ ഫ്ലൂയിഡ് വഴി, ദാറ്റ് ഈസ് ടിഷ്യൂ ഫ്ലൂയിഡ് വഴി, ഇതാണ് ടിഷ്യൂ ഫ്ലൂയിഡ്, ബ്ലഡ് കാപ്പിലറീസിലേക്ക് മൂവ് ചെയ്യും. ബ്ലഡ് കാപ്പിലറീസ് കാർബൺ ഡയോക്സൈഡും കൊണ്ട് ആൽവിയോളസിനടുത്തെത്തും. അവിടെ വെച്ച് ബ്ലഡ് കാപ്പിലറീസിൽ നിന്നും കാർബൺ ഡയോക്സൈഡ് ആൽവിയോളസിലേക്ക് മൂവ് ചെയ്യും. ആൽവിയോളസിൽ നിന്നും നമ്മളത് ബ്രീത്ത് ഔട്ട് ചെയ്യും. ടിഷ്യൂസിൽ നിന്നും ആൽവിയോളസിലേക്ക് കാർബൺ ഡയോക്സൈഡ് മൂവ് ചെയ്യുന്നത് 3 രീതിയിലാണ്, ദാറ്റ് ഈസ് യു ക്യാൻ സീ ഹിയർ. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ 7% ഓഫ് കാർബൺ ഡയോക്സൈഡ് മൂവ് ചെയ്യുന്നത് ഡിസോൾവ്ഡ് ഇൻ പ്ലാസ്മ വാട്ടർ. ബ്ലഡിലുള്ള പ്ലാസ്മയിലുള്ള വാട്ടറിൽ ഡിസോൾവ് ചെയ്താണ് 7% ഓഫ് കാർബൺ ഡയോക്സൈഡും ടിഷ്യൂസിൽ നിന്ന് ആൽവിയോളസിലേക്ക് മൂവ് ചെയ്യുന്നത്. ദിസ് ഈസ് ദ ഫസ്റ്റ് മെത്തേഡ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ട്രാൻസ്പോർട്ട്. ഓക്കെ, സെക്കൻഡ് മെത്തേഡ് 23% ഓഫ് കാർബൺ ഡയോക്സൈഡ് ഈസ് ട്രാൻസ്പോർട്ടഡ് ആസ് കാർബമിനോ ഹീമോഗ്ലോബിൻ ഫോംഡ് ബൈ കമ്പൈനിങ് വിത്ത് ഹീമോഗ്ലോബിൻ. RBCയിലുള്ള ഹീമോഗ്ലോബിനുമായി കമ്പൈൻ ചെയ്ത് കാർബമിനോ ഹീമോഗ്ലോബിൻ ഫോം ചെയ്യും. കാർബമിനോ ഹീമോഗ്ലോബിൻ നെക്സ്റ്റ് ബ്ലഡ് കാപ്പിലറീസിൽ കൂടെ മൂവ് ചെയ്ത് ആൽവിയോളസിലെത്തിക്കഴിഞ്ഞാൽ ബ്രേക്ക് ഡൗൺ ചെയ്ത് കാർബൺ ഡയോക്സൈഡ് ആൻഡ് ഹീമോഗ്ലോബിൻ ഫോം ചെയ്യും. കാർബൺ ഡയോക്സൈഡ് ആൽവിയോളസിലേക്ക് മൂവ് ചെയ്യും. ദാറ്റ് ഈസ് ദ സെക്കൻഡ് മെത്തേഡ്. തേർഡ് മെത്തേഡ് 70% ആസ് ബൈകാർബണേറ്റ് ഫോംഡ് ബൈ ഗെറ്റിംഗ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ ഇൻ RBC. RBCയിലുള്ള വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് ബൈകാർബണേറ്റ് ആയാണ് 70% കാർബൺ ഡയോക്സൈഡും ടിഷ്യൂസിൽ നിന്നും ആൽവിയോളസിലേക്ക് മൂവ് ചെയ്യുന്നത്. സോ കാർബമിനോ ഹീമോഗ്ലോബിൻ ആൻഡ് ബൈകാർബണേറ്റ് ആൽവിയോളസിൽ എത്തിക്കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ്? ഇൻസൈഡ് ദ ലങ്സ് കാർബമിനോ ഹീമോഗ്ലോബിൻ ആൻഡ് ബൈകാർബണേറ്റ് ബ്രേക്ക് ഡൗൺ ആൻഡ് കാർബൺ ഡയോക്സൈഡ് ഈസ് റിലീസ്ഡ്. കാർബമിനോ ഹീമോഗ്ലോബിനും ബൈകാർബണേറ്റും ബ്രേക്ക് ചെയ്ത് കാർബൺ ഡയോക്സൈഡ് റിലീസ് ചെയ്യും. ആ കാർബൺ ഡയോക്സൈഡാണ് നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എക്സ്പൾഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് ടേക്സ് പ്ലേസ് ഇൻ 3 ways. ഫസ്റ്റ് എന്താണ്? 7% ഡിസോൾവ് ഇൻ പ്ലാസ്മ വാട്ടർ. പ്ലാസ്മയിലുള്ള വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് ട്രാൻസ്പോർട്ട് ചെയ്യും. സെക്കൻഡ് മെത്തേഡ് 23% ആസ് കാർബമിനോ ഹീമോഗ്ലോബിൻ ഫോംഡ് ബൈ കമ്പൈനിങ് വിത്ത് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിനുമായി കമ്പൈൻ ചെയ്ത് കാർബമിനോ ഹീമോഗ്ലോബിൻ ഫോം ചെയ്ത് മൂവ് ചെയ്യും. ഇസ്ൻ്റ് ഇറ്റ്? തേർഡ് മെത്തേഡ് 70% ആസ് ബൈകാർബണേറ്റ് ഫോംഡ് ബൈ ഗെറ്റിംഗ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ ഇൻ RBC. RBCയിലുള്ള വാട്ടറിൽ കമ്പൈൻ ചെയ്ത് ബൈകാർബണേറ്റ് ഫോം ചെയ്യും. ലങ്സിലെത്തിക്കഴിഞ്ഞാൽ കാർബമിനോ ഹീമോഗ്ലോബിൻ ആൻഡ് ബൈകാർബണേറ്റ് ബ്രേക്ക് ചെയ്ത് കാർബൺ ഡയോക്സൈഡ് റിലീസ് ചെയ്യും. നമ്മൾ കാർബൺ ഡയോക്സൈഡ് ബ്രീത്ത് ഔട്ട് ചെയ്യും. Next, what happens when carbon dioxide becomes excessive? That is, you have understood that carbon dioxide is expelled through the lungs. What will happen if this does not take place? എക്സ്പിറേഷൻ പ്രോസസ്സ് വഴി നമ്മൾ ലങ്സിൽ നിന്നും കാർബൺ ഡയോക്സൈഡ് എലിമിനേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? എന്ത് സംഭവിക്കും കാർബൺ ഡയോക്സൈഡ് എലിമിനേറ്റ് ചെയ്തില്ലെങ്കിൽ? വാട്ട് വിൽ ഹാപ്പൻ? ദാറ്റ് ഈസ് വേരിയസ് മെറ്റബോളിക് ആക്ടിവിറ്റീസ് ടേക്സ് പ്ലേസ് ഇൻ അവർ ബോഡി. ദ സെല്ലുലാർ റെസ്പിറേഷൻ ഈസ് ഓൺ ഓഫ് ഇറ്റ്സ് കൈൻഡ്. As a result of cellular respiration, products like carbon dioxide, water, etc. are formed. നമ്മുടെ ബോഡിയിൽ നടക്കുന്ന മെറ്റബോളിസം ഓർ മെറ്റബോളിക് ആക്ടിവിറ്റിക്ക് ഒരു എക്സാമ്പിളാണ് സെല്ലുലാർ റെസ്പിറേഷൻ.
ദാറ്റ് ഈസ് എനർജി പ്രൊഡക്ഷൻ. അതിനുശേഷം കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ ബൈ പ്രോഡക്ട്സായി ഫോം ചെയ്തു. വെൻ ദ ലെവൽ ഓഫ് ദീസ് പ്രോഡക്ട്സ് ഇൻക്രീസസ് ബിയോണ്ട് ദ ലിമിറ്റ്, ദ വെരി എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ് ഈസ് ഇൻ ഡേഞ്ചർ. സോ ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ലെവൽ ഇൻക്രീസ് ചെയ്താൽ, ലിമിറ്റിനേക്കാളും കൂടുതൽ ഇൻക്രീസ് ചെയ്താൽ നമ്മുടെ ലൈഫ് ഒരു ഡേഞ്ചറസ് സിറ്റുവേഷനിലെത്തും. കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ എലിമിനേറ്റ് ചെയ്തില്ലെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? ലെറ്റ് us see. Carbon dioxide combines with water present in and out of the cell to form carbonic acid. കാർബൺ ഡൈ ഓക്സൈഡ് സെല്ലിൻ്റെ അകത്തും പുറത്തും കാണുന്ന വാട്ടറുമായി കമ്പൈൻ ചെയ്ത് കാർബോണിക് ആസിഡ് ഫോം ചെയ്യും. വാട്ട് ഹാപ്പൻസ് ദെൻ? The increase in the level of carbonic acid increases the acidity in the body. This changes the internal environment. കാർബോണിക് ആസിഡ് ഇൻക്രീസ് ചെയ്താൽ ആസിഡിറ്റി ഇൻക്രീസ് ചെയ്യും. ആസിഡിറ്റി ഇൻക്രീസ് ചെയ്താൽ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിന് ചേഞ്ച് വരും. അതായത് നമ്മുടെ ബോഡിക്കകത്ത് ചേഞ്ചസ് വരും. സബ്സ്റ്റൻസസ് ദാറ്റ് കോസ് ചേഞ്ച് ഇൻ ദ ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റ് മസ്റ്റ് ബി ഡ്യൂലി റിമൂവ്ഡ്. നമ്മുടെ ബോഡിക്കകത്ത് എന്തെങ്കിലും ചേഞ്ച് വരുത്തുന്ന സബ്സ്റ്റൻസസ് ഉണ്ടെങ്കിൽ അതെന്തായാലും റിമൂവ് ചെയ്യണം. This is also a part of maintaining the homeostasis. ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഇങ്ങനെയുള്ള സബ്സ്റ്റൻസസ് എന്തായാലും റിമൂവ് ചെയ്യണം. ദെൻ വാട്ട് ഈസ് ദിസ് ഹോമിയോസ്റ്റാസിസ്? നമ്മുടെ ബോഡിക്കകത്തുള്ള ഒരു സ്റ്റേബിൾ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ആണ് ഹോമിയോസ്റ്റാസിസ്. അതായത് ഒരുപാട് സബ്സ്റ്റൻസസ് ഉണ്ട് നമ്മുടെ ബോഡിക്കകത്ത് അല്ലേ? ഏതൊക്കെയാണ്? കാൽഷ്യം, ഗ്ലൂക്കോസ്, വാട്ടർ. ഇതൊക്കെ നോർമൽ ലെവലാണെങ്കിൽ നമ്മൾ പറയും നമ്മുടെ ബോഡി ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സപ്പോസ് ഇപ്പോൾ ഗ്ലൂക്കോസ് കൂടിയാലോ വാട്ട് ഹാപ്പൻസ്? നമുക്കറിയാം ഡയബറ്റീസ് വരും അല്ലേ? ഇപ്പോൾ ഡയബറ്റീസ് എന്ന് പറയുന്ന ഒരു ഡിസീസാണ്. ദാറ്റ് മീൻസ് നോർമൽ ലെവലിൽ നിന്നും ഗ്ലൂക്കോസ് ഇൻക്രീസ് ചെയ്തു. ദാറ്റ് ഈസ് വാട്ട് ഹോമിയോസ്റ്റാസിസിനെ എഫക്റ്റ് ചെയ്തു എന്നാണ് അർത്ഥം. സോ ഹോമിയോസ്റ്റാസിസ് മീൻസ് വാട്ട്? എവറിത്തിങ് ഷുഡ് ബി ബാലൻസ്ഡ്, എവറിത്തിങ് ഷുഡ് ബി നോർമൽ. സോ അതിനെ എഫക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും സബ്സ്റ്റൻസസ് ഉണ്ടെങ്കിൽ വി കോൾ ഇറ്റ് ആസ് ഹോമിയോസ്റ്റാസിസ് ഈസ് ഡിസ്റ്റർബ്ഡ്. കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യേണ്ട ഗ്യാസ് ആണ്. പക്ഷെ അത് ബ്രീത്ത് ഔട്ട് ചെയ്യാൻ സാധിക്കാതെ വന്നാൽ ഹോമിയോസ്റ്റാസിസിനെ എഫക്റ്റ് ചെയ്യും. നെക്സ്റ്റ് ടോപ്പിക്, റെസ്പിറേഷൻ വിത്തൗട്ട് ഓക്സിജൻ. ഈസ് ദാറ്റ് പോസിബിൾ? റെസ്പിറേഷൻ വിത്തൗട്ട് ഓക്സിജൻ, ഓക്സിജൻ ഇല്ലാതെ റെസ്പിറേഷൻ നടത്താൻ സാധിക്കുമോ? ലെറ്റ് us see. Okay. Many organisms like bacteria, yeast, etc. can survive even in the absence of oxygen. ഓക്സിജൻ ഇല്ലാതെയും ജീവിക്കാൻ സാധിക്കുന്ന ഓർഗാനിസംസ് ആണ് ബാക്ടീരിയ, ഈസ്റ്റ് എക്സെട്ര. ദേ ക്യാൻ ലിവ് വിത്തൗട്ട് ഓക്സിജൻ. ഓക്സിജൻ ഇല്ലാതെ ജീവിക്കാൻ സാധിക്കും. ഇഫ് സോ, ഹൗ ഡു ദേ ഗെറ്റ് എനർജി ഫോർ ദെയർ ലൈഫ് പ്രോസസ്? ലൈഫ് പ്രോസസ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടി എങ്ങനെയായിരിക്കും അവർ എനർജി പ്രൊഡ്യൂസ് ചെയ്യുക? Now let us observe this illustration. ഈ ഇലസ്ട്രേഷൻ നോക്കി എങ്ങനെയാണ് റെസ്പിറേഷൻ വിത്തൗട്ട് ഓക്സിജൻ നോക്കാം. ബാക്ടീരിയ ആൻഡ് ഈസ്റ്റ് ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യും. ഗ്ലൂക്കോസ് നെക്സ്റ്റ് പൈറുവിക് ആസിഡായി കൺവേർട്ട് ചെയ്യും. ഗ്ലൂക്കോസ് ഈസ് കൺവേർട്ടഡ് ടു പൈറുവിക് ആസിഡ് ഇൻ ദ സൈറ്റോപ്ലാസം ഓഫ് ബാക്ടീരിയ ആൻഡ് ഈസ്റ്റ്. ബാക്ടീരിയ ആൻഡ് ഈസ്റ്റിൻ്റെ സൈറ്റോപ്ലാസത്തിൽ വെച്ച് ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡായി മാറും. ആ സമയത്ത് 2 ATP മോളിക്കിൾസ് റിലീസ് ചെയ്യും. നെക്സ്റ്റ്, വാട്ട് ഹാപ്പൻസ് ടു പൈറുവിക് ആസിഡ്? Pyruvic acid in the case of bacteria converted to lactic acid. ബാക്ടീരിയയിൽ pyruvic acid lactic acid ആയി കൺവേർട്ട് ചെയ്യും. ആൻഡ് that process is called lactic acid fermentation. That is, pyruvic acid is converted to lactic acid in bacteria and that is called lactic acid fermentation. In the case of yeast, pyruvic acid alcohol plus carbon dioxide ആയി കൺവേർട്ട് ചെയ്യും. ഓക്കെ, ഈസ്റ്റിൻ്റെ കേസിൽ pyruvic acid ആൽക്കഹോൾ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡായി കൺവേർട്ട് ചെയ്യും ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ആൽക്കഹോൾ ഫെർമെൻറ്റേഷൻ. സോ ബാക്ടീരിയ ആൻഡ് ഈസ്റ്റിൻ്റെ കേസിൽ ഓക്സിജൻ ഇല്ലാതെ തന്നെ റെസ്പിറേഷൻ നടക്കുന്നത് ഇതുപോലെയാണ്. ദാറ്റ് ഈസ് ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ ആൻഡ് ആൽക്കഹോൾ ഫെർമെൻറ്റേഷൻ. സോ റെസ്പിറേഷൻ വിത്തൗട്ട് ഓക്സിജൻ, ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് അനൈറോബിക് റെസ്പിറേഷൻ. ഓക്സിജൻ ഇല്ലാതെ റെസ്പിറേഷൻ നടത്തുന്ന പ്രോസസ്സാണ് അനൈറോബിക് റെസ്പിറേഷൻ. Respiration with oxygen is called aerobic respiration. Okay, so there are 2 types, aerobic and anaerobic respiration. നമ്മൾ ഇവിടെ പറഞ്ഞത് അനൈറോബിക് റെസ്പിറേഷൻ ആണ്. ഹ്യൂമൻ ബീങ്സിൽ എയറോബിക് റെസ്പിറേഷൻ ആണ്. സോ ഹിയർ ഗ്ലൂക്കോസ് കൺവേർട്ടഡ് ടു പൈറുവിക് ആസിഡ് ഇൻ ദ സൈറ്റോപ്ലാസം ഓഫ് ബാക്ടീരിയ ആൻഡ് ഈസ്റ്റ്. 2 energy molecules, ATP molecules are released. Pyruvic acid is converted to lactic acid in bacteria
and that is called lactic acid fermentation. And what happens in yeast? Pyruvic acid is converted to alcohol and carbon dioxide, and that is called alcohol fermentation. Both these processes are coming under which type of respiration? That is anaerobic respiration. Next topic, fermentation in daily life. Daily life il nammal fermentation process use cheyyunnundu. That is yeast, bacteria idokke use ചെയ്ത് നമ്മൾ different types of food produce ചെയ്യുന്നുണ്ട് ഇല്ലേ, yeast ഒക്കെ ആഡ് ചെയ്യാറുണ്ട്. So that is we are using anaerobic respiration process. We are using these organisms for producing different product. നമ്മൾ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഈസ്റ്റ് ആഡ് ചെയ്താൽ ആൽക്കഹോൾ ഫെർമെൻറ്റേഷന് ശേഷം ആൽക്കഹോൾ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഫുഡ് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈസ്റ്റ് ആഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ദോശ, ഇഡ്ഡലി ഇതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഈസ്റ്റ് ആഡ് ചെയ്യാറുണ്ട് അല്ലേ. ഫെർമെൻറ്റിംഗ് ബാറ്റർ ടു സോഫ്റ്റൻ ഇറ്റ്. ബാറ്റർ എന്ന് പറഞ്ഞാൽ മാവ്, നമ്മളതിലേക്ക് ഈസ്റ്റ് ആഡ് ചെയ്യും. സോ ഇഡ്ഡലി, ദോശ ഇതൊക്കെ സോഫ്റ്റായി വരും. അതിന് കാരണം ആൽക്കഹോൾ ഫെർമെൻറ്റേഷൻ നടന്ന് ആൽക്കഹോൾ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുന്നതുകൊണ്ടാണ്. ആൻഡ് നെക്സ്റ്റ് നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ബാക്ടീരിയ ആണ് ലാക്ടോബേസിലസ് ബാക്ടീരിയ. ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷന് ശേഷം ലാക്റ്റിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഇത് കേർഡിംഗ് ഓഫ് മിൽക്കിന് വേണ്ടി യൂസ് ചെയ്യും. പാല് തൈരാക്കാൻ വേണ്ടി ലാക്ടോബേസിലസ് ബാക്ടീരിയ ഹെൽപ്പ് ചെയ്യും. ദാറ്റ് ഈസ് വി ആർ യൂസിങ് ദീസ് ഓർഗാനിസംസ് ആൻഡ് ഫെർമെൻറ്റേഷൻ പ്രോസസ് ഇൻ അവർ ഡെയിലി ലൈഫ്. Certain circumstances, anaerobic respiration takes place in human beings also. ഹ്യൂമൻ ബീങ്സ് ചെയ്യുന്നത് എയറോബിക് റെസ്പിറേഷൻ ആണല്ലേ, പക്ഷേ ചില സമയത്ത് എനേറോബിക് റെസ്പിറേഷൻ കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. വെൻ വി ആർ ഡൂയിങ് എനേറോബിക് റെസ്പിറേഷൻ, എപ്പോഴാണ് എനേറോബിക് റെസ്പിറേഷൻ ചെയ്യുക? ദാറ്റ് ഈസ് റെസ്പിറേഷൻ വിത്തൗട്ട് ഓക്സിജൻ. ഡ്യൂറിങ് സ്ട്രെനസ് എക്സസൈസ്, എനർജി യൂട്ടിലൈസേഷൻ ഇൻ മസിൽസ് ഇൻക്രീസ് ആൻഡ് ദ ഓക്സിജൻ അവൈലബിലിറ്റി ഡിക്രീസ്. In such situations, muscle cell produce energy by anaerobic respiration and lactic acid is formed in the muscle cells. Strenuous exercise എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ആയി ഹാർഡായി എക്സസൈസ് ചെയ്താൽ നമ്മുടെ ബോഡിയിലുള്ള എനർജി മൊത്തം യൂസ് ചെയ്ത് തീരും. സോ ഓക്സിജൻ്റെ അളവ് കുറയും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ മസിൽ സെൽസ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് എനേറോബിക് റെസ്പിറേഷൻ വഴിയാണ്. അത് കാരണം നമ്മുടെ മസിൽസിനകത്ത് ലാക്റ്റിക് ആസിഡ് അക്യുമുലേറ്റ് ചെയ്യും. സോ ദാറ്റ് മീൻസ് എനേറോബിക് റെസ്പിറേഷൻ ടേക്സ് പ്ലേസ് ഇൻ ഹ്യൂമൻ ബീങ്സ് ഓൾസോ ഇൻ സിറ്റുവേഷൻസ് ലൈക്ക് ദിസ്. നെക്സ്റ്റ്, ഫെർമെൻറ്റേഷൻ ഈസ് യൂസ്ഡ് നോട്ട് ഓൺലി ഇൻ ഡെയിലി ലൈഫ് ബട്ട് ആസ് എ ടെക്നോളജി ഇൻ ദ ഇൻഡസ്ട്രിയൽ സെക്ടർ ഓൾസോ. ഡെയിലി ലൈഫിൽ മാത്രമല്ല ഫെർമെൻറ്റേഷൻ യൂസ് ചെയ്യുന്നത്, ഇൻഡസ്ട്രിയൽ സെക്ടറിൽ ഇൻഡസ്ട്രീസിലും ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനായിരിക്കും യൂസ് ചെയ്യുക? പ്രൊഡക്ഷൻ ഓഫ് മെനി ബേക്കറി ഐറ്റംസ് can be associated with this. ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് യൂസ് ചെയ്ത് ഒരുപാട് ബേക്കറി ഐറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ പോസിബിലിറ്റീസ് ഓഫ് ദിസ് ടെക്നോളജി ക്യാൻ ബി മെയ്ഡ് യൂസ് ഓഫ് ഇൻ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആൻഡ് ഇൻ അതർ വൊക്കേഷൻസ്. സോ ഈ ഒരു ടെക്നോളജീൻ്റെ പോസിബിലിറ്റീസ് നമുക്ക് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യാം, ഒക്യുപ്പേഷൻ ആയിട്ടൊക്കെ ഉപയോഗിക്കാം. സോ ഇന്നത്തെ ക്ലാസ് ഇത്രയാണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, subscribe and share, and thank you for watching.